നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാസം 1000 രൂപയുടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും അതുപോലെ തന്നെ പെൻഷൻ അപേക്ഷിച്ചിട്ട് പെൻഷൻ അപ്രൂവൽ ആവാതെ ഇരിക്കുന്ന ആളുകളെല്ലാം ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പായിരുന്നു സർക്കാർ ഇങ്ങനെ ഒരു പ്രഖ്യാപനവുമായി മുന്നോട്ട് വന്നത്. നിലവിൽ മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് മാസം 1000 രൂപയുടെ പെൻഷൻ പദ്ധതി ഏകദേശം 16 ലക്ഷത്തിലധികം ആളുകൾ അപേക്ഷ സമർപ്പിച്ച ഈ പദ്ധതിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഏകദേശം 10 ലക്ഷം ആളുകൾക്കാണ് മാസം 1000 രൂപയുടെ പെൻഷൻ ലഭിച്ചിട്ടുള്ളത്. എന്നാൽ ബാക്കി ഏകദേശം ഇപ്പോഴും അപേക്ഷ സമർപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. കഴിഞ്ഞ മാസം കൊടുത്ത അപേക്ഷകളിൽ ഒട്ടുമിക്ക ആളുടെയും ഇപ്പോൾ രണ്ടാം പ്രാവശ്യം എന്ന നിലയ്ക്ക് അപ്രൂവൽ ആയിട്ടുണ്ട്. ഇന്നലെയും ഇന്നുമായി ഒരുപാട് ആളുകൾക്ക് അപ്രൂവൽ മെസ്സേജ് വന്നിട്ടുമുണ്ട്. നിങ്ങൾക്കിങ്ങനെ അപ്രൂവൽ മെസ്സേജ് വന്നിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ അപ്രൂവൽ മെസ്സേജ് വരാത്ത ആളുകൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഈ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ആയി നമ്മൾ അപ്രൂവൽ മെസ്സേജ് വന്ന ആളുകളെ കാര്യമാണ് നോക്കാൻ പോകുന്നത്. ഇന്നലെയും ഇന്നുമായി ഒരുപാട് ആളുകൾക്ക് അപ്രൂവൽ മെസ്സേജ് എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് മെസ്സേജ് എത്തിയിട്ടുണ്ടെങ്കിൽ യെസ് എന്നും അല്ലാത്ത ആളുകൾ നോ എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇങ്ങനെ അപ്രൂവൽ മെസ്സേജ് വന്നു പെൻഷൻ ഐ ഡി ആയ ആളുകൾക്ക് ഇനി പ്രത്യേകിച്ചും ചെയ്യേണ്ട ആവശ്യമില്ല. അവരുടെ അക്കൗണ്ട് നമ്പർ കൊടുത്ത എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണെങ്കിൽ അവർക്ക് പണം എത്തും. പക്ഷേ ഇതിൽ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക. ഇന്നലെ ഇന്നുമായി നമ്മൾ വാട്സപ്പിൽ ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾക്ക് അക്കൗണ്ട് നമ്പറിൽ ചെറിയ തെറ്റുകൾ സംഭവിച്ച ആളുകളുണ്ട്. അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പർ കൊടുക്കുന്ന സ്ഥലത്ത് മറ്റേതെങ്കിലും നമ്പർ, ഫോൺ നമ്പർ മറ്റും കൊടുത്ത ആളുകളുണ്ട്. ഇങ്ങനെയുള്ള തൽക്കാലം പെൻഷൻ മുടങ്ങും. സർക്കാരിൽ നിന്നൊരു പുതിയ അറിയിപ്പ് വരെ അവർ കാത്തിരിക്കേണ്ടി വരും. അപ്രൂവലായ പെൻഷൻ ഐ ഡിയിൽ നിന്നും അത് എഡിറ്റ് ചെയ്ത് മാറ്റണമെങ്കിൽ സർക്കാരിൻ്റെ ഒരു പുതിയ നിർദ്ദേശം വന്ന് സോഫ്റ്റ്വെയർ മാറ്റം വന്നു കഴിഞ്ഞാൽ മാത്രമായിരിക്കും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എല്ലാ കാര്യങ്ങളും റെഡിയാക്കി കൊടുത്ത ആളുകൾക്ക് അടുത്ത മാസം മുതലുള്ള പെൻഷനും അവർക്കും ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോഴും അപ്രൂവൽ ആവാത്ത ഒരുപാട് ആളുകളുണ്ട്. റിജക്റ്റ് ഓപ്ഷനിൽ കിടക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ സബ്മിറ്റഡ് എന്ന് കാണിക്കുന്ന ആളുകളുണ്ട്. സബ്മിറ്റഡ് എന്ന് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വാർഡ് മെമ്പറുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അപേക്ഷ ഡീറ്റെയിൽസ് വാർഡ് മെമ്പറെ ഏൽപ്പിക്കേണ്ടതാണ്. അതുപോലെ തന്നെ റിജക്റ്റ് മെസ്സേജ് വന്ന് കിടക്കുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാറ്റ്സ് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ റിജക്റ്റ് മെസ്സേജ് വന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ നിന്നാണ് അപേക്ഷ സമർപ്പിച്ചത് അവരുമായി ബന്ധപ്പെട്ട് എന്ത് കാരണം കൊണ്ടാണ് റിജക്റ്റ് ചെയ്തതെന്ന് നോക്കുക. ആ കാരണം കൂടി റെഡിയാക്കിയതിന് ശേഷം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെയും അപ്രൂവൽ ആയിരിക്കും. പലർക്കും പല കാരണം കൊണ്ട് റിജക്റ്റ് ആക്കിയ ആളുകളുണ്ട്. ചില ആളുകൾക്ക് നമ്മുടെ പേരിൻ്റെ കൂടെ സർനെയിം കൊടുക്കാത്തത് മൂലം, അത് മറ്റു ചില ആളുകൾക്ക് നമ്മൾ അപ്ലോഡ് ചെയ്ത രേഖയിൽ എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്കുകൾ കാരണം, മറ്റു ചില ആളുകൾക്ക് റേഷൻ കാർഡ് അപ്ലോഡ് ചെയ്യാത്തത് കൊണ്ട്, അങ്ങനെ പലർക്കും പല കാരണം കൊണ്ടും ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. റിജക്റ്റ് ആയ ആളുകൾക്ക് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുക. എങ്കിൽ മാത്രമായിരിക്കും പെൻഷൻ ലഭിക്കുക. നമുക്കറിയാം, ഈ നിയമസഭാ ഇലക്ഷന് വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ ഒരു നിയമസഭാ ഇലക്ഷൻ വരുന്നതിന് മുമ്പ് തന്നെ എല്ലാ പെൻഷനും കൊടുത്തു തീർത്തിട്ടായിരിക്കും സർക്കാർ ഇലക്ഷൻ നേരിടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് പെൻഷൻ ലഭിക്കുന്നതാണ്. സ്ത്രീ സുരക്ഷാ പെൻഷനായാലും ശരി, വാർദ്ധക്യ വിധവാ പെൻഷൻ പോലത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനായാലും ശരി, എല്ലാ പെൻഷനും വരും ദിവസങ്ങളിൽ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണം ഇന്ന് വൈകുന്നേരത്തോടെ നാളത്തോടു കൂടി തന്നെ വിതരണം തുടങ്ങും. അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷനും വിതരണം തുടങ്ങുകയാണ്. അങ്ങനെയുള്ള എല്ലാ പെൻഷൻ വിതരണവും വരും ദിവസങ്ങളിൽ തന്നെ തുടങ്ങുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇന്നലെ SIR ബന്ധപ്പെട്ട വോട്ടർ പട്ടിക വന്നിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ ഒരുപാട് സമയത്ത് നമ്മൾ മെനക്കെട്ട് എഴുതി കൊടുത്ത് അപ്ലോഡ് ചെയ്ത രേഖകൾ നിങ്ങളുടെ പേര് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതെങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായ വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു. വീഡിയോ കാണാത്ത ആളുകൾ ആ വീഡിയോ കൂടി ഒന്ന് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഒരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ